ഞാൻ ഇവിടെ 2025 ഓഗസ്റ്റിലാണ് വരുന്നത്. അപ്പം ഇവിടെ വന്ന് ഞാൻ ആദ്യം വരുന്നത് എൻ്റെ ഒരു ഇഷ്യൂസുമായിട്ടാണ്, പൾമനോളജിയെ കാണാനായിട്ടാണ് വരുന്നത്. അപ്പം വരുന്ന സമയത്ത് ഇദ്ദേഹം മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റിനുമാണ്. അപ്പം ഞാനിങ്ങനെ അവിടെ ട്രാൻസ്പ്ലാന്റിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ ഭയങ്കര ലാഗാണ്. അവിടെ മെഡിക്കൽ കോളേജിൽ നല്ല സമയം എടുക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കണ്ടീഷൻസൊക്കെ ഭയങ്കര മോശമായി വരികയായിരുന്നു. SUTയിൽ വരുമ്പോൾ ഡോക്ടർ നയനയും ഡോക്ടർ വിഷ്ണു സാറിൻ്റെയും പേരിങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആരെയും നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡോക്ടർ നയനയാണ് എനിക്ക് വന്നത്. അങ്ങനെ മനസ്സിൽ വന്നു. ഡോക്ടർ നയനയുടെ അപ്പോയിൻമെൻറ്റ് ഞാൻ താഴെ നിന്ന് എടുക്കുകയും ഡോക്ടർ നയനയെ കാണുകയും ചെയ്തു. അപ്പോൾ ഡോക്ടറിനെ നമ്മളൊരു സീനിയർ എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിൽ സങ്കല്പിച്ച് പോകുന്നത്. അപ്പോൾ ചെല്ലുമ്പോൾ ഒരു ചെറുപ്പക്കാരിയാണ് വരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിൽ ഇദ്ദേഹം ഡോക്ടർ നയനയുടെ കീഴിൽ ശരിയാവുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ നമുക്ക് ആദ്യമേ തന്നെ ഒരു ക്ലാസ്, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ വന്നതെന്നും ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് എന്താണ്, എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്കൊരു ക്ലാസ് പോലെ നമുക്ക് തന്നു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസായി മാഡത്തിൻ്റെ കീഴിൽ ചെയ്താൽ എന്തെങ്കിലും ഇദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയുണ്ട് എന്ന് തോന്നിയപ്പോഴാണ് ഇവിടെ നമ്മൾ പിന്നെ കണ്ടിന്യൂ ചെയ്യുകയും ഒരു പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ സ്റ്റേജ് 5 ആയിരുന്നു വരുമ്പോൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡയാലിസിസിന് പോകണമെന്ന്. അപ്പോൾ ഡയാലിസിസിന് വേണ്ട സർജറി ആദ്യം ചെറിയൊരു ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇദ്ദേഹത്തിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഒക്ടോബർ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ട്രാൻസ്പ്ലാന്റിലോട്ട് പോവാം, അതിനുള്ള ടെസ്റ്റൊക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് കിഡ്നിയുടെ ആദ്യം കിഡ്നി മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ കിഡ്നി റിമൂവൽ സർജറി ആദ്യം കഴിഞ്ഞു. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ടെസ്റ്റുകൾ, അപ്പോൾ ഡോണർ വേണമല്ലോ. അപ്പോൾ ഡോണറെ കിട്ടാൻ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് AB പോസിറ്റീവും എൻ്റെ അത് B പോസിറ്റീവും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ്, അത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പം നമ്മുടെ എല്ലാം ടെസ്റ്റുകൾക്കെല്ലാം ഇതാണെന്ന് പറഞ്ഞു, പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്കിങ്ങനെ ടെസ്റ്റുകൾ നടത്തിയപ്പോൾ എനിക്കൊരു യൂട്രസിൽ ഒരു ഫൈബ്രോയിഡ് കാണുകയും അതിൻ്റെ സർജറി മാർച്ചിൽ കഴിയുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് അതിൽ പിന്നെ വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ വന്നപ്പം ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്പ്ലാന്റുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളെല്ലാം നടക്കുകയും സക്സസ്സായി. അത് നമുക്ക് 2 പ്രാവശ്യം ട്രാൻസ്പ്ലാന്റിന് ഡേറ്റ് നോക്കിയായിരുന്നു ആദ്യം. അപ്പോൾ അതിൽ ഇദ്ദേഹത്തിന് കുറേ ഇൻഫെക്ഷൻസ് വരുന്ന കാരണം കുറച്ച് ലാഗായി. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ലാഗായി വന്നപ്പോൾ എനിക്കൊരു ചെറിയൊരു എന്ന് വെച്ചാൽ നടക്കുമോ ഇല്ലേ എന്നൊരു ഇത് വന്ന്. അപ്പം നമ്മുടെ അസിസ്റ്റൻറ്റ് മാനേജറുമായിട്ട് ഞാനത് സംസാരിച്ചായിരുന്നു, സിമി. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പം പറഞ്ഞു ഇങ്ങനെ ടെസ്റ്റ് ഇൻഫെക്ഷൻസ് ഇരിക്കുമ്പം നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് നമുക്കൊരു ഉറപ്പ് തന്നു. അപ്പോൾ അങ്ങനെ പിന്നെയും നമ്മൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയി. ഒരു ജൂണൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിനി ട്രാൻസ്പ്ലാന്റിന് വേണ്ടി പെട്ടെന്ന് ചെയ്യാം, ഇദ്ദേഹത്തിൻ്റെ കണ്ടീഷൻസ് എല്ലാം ഇങ്ങനെയാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്താമെന്ന്. അപ്പോൾ ടെസ്റ്റുകളെല്ലാം പോസിറ്റീവായി. ഇടയ്ക്ക് ഹെപ്പറ്റൈറ്റിസിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നു. അതിന് ഡോക്ടർ നമുക്ക് വന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം മരുന്ന് തന്ന് തന്നെ അടുത്ത ഡോക്ടറെ കണ്ട് മരുന്നുകൾ തന്ന് നമുക്കതെല്ലാം കുറവ് ചെയ്ത് വേണ്ട സപ്പോർട്ടെല്ലാം ചെയ്ത് എല്ലാ ഭാഗത്തുനിന്നും, അതായത് ഗൈനക്ക് എനിക്ക് ചെയ്തത് ഡോക്ടർ സുശീല മാഡമാണ്. ഇദ്ദേഹത്തിന് അനൂപ് സാറാണ് കാർഡിയാക്കിൻ്റെ ചെയ്തത്. പിന്നെ അല്ലാതെ ഡോക്ടർ നയന മാഡം, പിന്നെ ജാനറ്റ് മാഡം, ഗ്യാസ്ട്രോയിലെ ജാനറ്റ് മാഡം, ഇവരുടെ എല്ലാം നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ ഡയാലിസിസ് യൂണിറ്റിൽ നിന്നും നല്ല സപ്പോർട്ടാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. ഒരു നല്ല കെയറിങ് ആണ്. പിന്നെ നമ്മുടെ വേറെ ഡോക്ടർ സാറ് വിഷ്ണു സാറ്, ഡോക്ടർ നമ്മുടെ സർജനായ ഡോക്ടർ നന്ദഗോപാൽ, പിന്നെ ശിവരാമൻ സാറ്, ഇങ്ങനെ ഓരോ ഡോക്ടേഴ്സിനെയും നമുക്ക് അക്യൂബ് സാറിൻ്റെയും ഒരു ഇതുണ്ട്. പിന്നെ യോഗിനാഥ് സാറ്, അങ്ങനെ എല്ലാ ഡോക്ടേഴ്സിൻ്റെയും ഇത്രയും പേരുടെയാണ് നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് ടീമിൽ എത്തിയതെങ്കിലും ഒരു പരിപൂർണ വിജയമായിട്ടാണ് എനിക്ക് തോന്നിയത്. വേറെ സൈഡ് എഫക്റ്റോ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇതേവരെ കുഴപ്പമില്ല. നല്ലൊരു ടീമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്.
ഇവിടെ എനിക്ക് എടുത്തു പറയാൻ ഒരു പ്രത്യേകിച്ച് ഒരു സ്റ്റാഫുണ്ട്, ശുഭയും അശ്വതി, അതായത് ഫുഡ് ടീമിൽ നിന്നുള്ളതാണ്, കാറ്ററിംഗ് സർവീസിൽ നിന്ന്. എൻ്റെ യൂട്രസ് റിമൂവൽ സർജറി സമയത്ത് എനിക്കൊരു സപ്പോർട്ടായിരുന്നു ആ കുട്ടി. എന്ന് പറഞ്ഞാൽ ഞാൻ എണീക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആ സമയത്ത് ഈ കുട്ടി വന്ന് കാണുകയും എനിക്ക് ബാത്റൂമിൽ പോകണം, അപ്പം കൂടെ ഉണ്ടായിരുന്ന ചേച്ചിയാണ്, അപ്പോൾ ഒറ്റയ്ക്ക് പറ്റില്ല, അപ്പോൾ ഈ കുട്ടിയും കൂടെ വന്ന് എനിക്ക് വേണ്ട സപ്പോർട്ട് തരികയും എനിക്ക് അതിനൊരു കെയറിങ് കിട്ടുകയും ആ ഭാഗത്തുനിന്ന് അതൊരു എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഇതാണ്. അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് ആരാണ് ശുഭയ്ക്കും അശ്വതിക്കും ഉണ്ട്. പിന്നെ നമ്മുടെ SUT ടീം ആരെയും അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല, എല്ലാവരുടെ ഭാഗത്തുനിന്നും. അതുപോലെ SUTയിൽ നമ്മുടെ ഒരു GRE ടീമുണ്ട്, അവർ എവറി പേഴ്സൺ എന്ന് പറയുന്ന എഫിഷ്യൻ്റാണ്. അവരുടെ സപ്പോർട്ടെന്ന് പറയുന്ന നല്ലൊരു സപ്പോർട്ടാണ്. അവർ നമ്മളെ കൊണ്ടുപോകേണ്ടടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യം, വീൽ ചെയറിൻ്റെ ആയാലും വന്ന ഉടൻ മാഡം വീൽ ചെയർ വേണോ, മറ്റേ ബെഡ് വേണോ, എന്താണെന്നുള്ളത് അവർ ചോദിച്ച് മനസ്സിലാക്കി അതോടൻ നമുക്ക് വേണ്ട ഇത് റെഡിയാക്കി തരികയും ചെയ്യുന്നുണ്ട്. പേഴ്സൺസിൻ്റെ പേരറിയില്ല, ആ ടീം കംപ്ലീറ്റ് ടീമും നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് തന്നത്. അപ്പോൾ അവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. പിന്നെ ഇതിനായിട്ട് നല്ല ബുദ്ധിമുട്ടിയ നമ്മുടെ ഡോക്ടർ നയന, ഡോക്ടർ വിഷ്ണു, പിന്നെ സിമി ട്രാൻസ്പ്ലാന്റ്, അത് സിമിയെ പ്രത്യേകിച്ച് പറയണം, വേറൊന്നും കൊണ്ടല്ല, ഞാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഉടൻ വിളിക്കുന്ന സിമിയാണ്. അപ്പോൾ സിമി അതൊരു ഒരു മുഷിവോ ഒന്നും കാണിക്കാതെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് വേണ്ട സപ്പോർട്ട് തന്നത്. അപ്പോൾ അതുകൊണ്ട് എവറി പേഴ്സൺ ഈ SUTയുടെ കംപ്ലീറ്റ് സ്റ്റാഫിനും എല്ലാവർക്കും, മാനേജ്മെൻറ്റിന് എല്ലാവർക്കും ഇത്രയും നല്ലതായിട്ട് നമുക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവൻ തിരിച്ച് നല്ല രീതിയിൽ തിരിച്ചു തന്നതിന് പ്രത്യേകിച്ചൊരു നന്ദി.